ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി വ്ളോഗുമായിട്ടാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പലസ്തീനിയൻ ഡിഷാട്ടോ. അതിൻ്റെ പേര് കിദ്ര എന്നാണ്. ഇത് മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള പലസ്തീനിയൻ കിദ്ര റെസിപ്പിയാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അടിപൊളി റൈസ് റെസിപ്പിയാണ്. എന്നിട്ട് ട്രൈ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പൊതുവേ ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കുന്നത് മട്ടൺ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് മട്ടൺ വെച്ചിട്ടുണ്ടാക്കാം, ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട്. ഞാനിപ്പം ചിക്കൻ ആട്ടോ എടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് കുറച്ച് വെള്ളക്കടല ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ്. ഒരു 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളക്കടല ഒരുപാടൊന്നും വേണ്ട. 4 കപ്പ് അരിയിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളക്കടല മതി. അത് വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കുതിർത്ത് വെച്ച ശേഷം പിന്നീട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 2 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വല്ലാണ്ട് വെന്തുടയേണ്ട, പക്ഷെ നല്ലോണം വേവണം കേട്ടോ കടല. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി എടുക്കാം. അരി ഈ ഒരു റൈസ് റെസിപ്പിലോട്ട് നമ്മൾ എടുക്കുന്ന അരി ബസ്മതി റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ദേവായ ബ്രാൻഡാണ്. 4 കപ്പ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കടല 2 വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കാം. കുക്കർ വേണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. തൊലിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ചിക്കനൊക്കെ എടുക്കുമ്പോൾ നല്ലോണം മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട്, വല്ലാണ്ട് ചെറുതാക്കേണ്ട, ഒരു മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വലിയ പീസാക്കി എടുത്തോളൂ. വല്ലാണ്ട് മൂത്ത ചിക്കനൊന്നും എടുക്കരുത് കേട്ടോ. ടെൻഡർ ചിക്കൻ തന്നെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്നും കണ്ട് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ആ ഒരു ചിക്കൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചിക്കൻ ഒന്ന് ആ ഓയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്നും അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ ഒരു ചിക്കൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് അടി പിടിച്ച പോലെയൊക്കെ വരുന്നത്. അടിയിലൊന്നും പിടിക്കൂല കേട്ടോ. അപ്പം സാധാ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ കൂളായിട്ട് നമുക്കത് തിരിച്ചൊക്കെ ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അത് 2 വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ ഉള്ള സ്പൈസസ് കറക്റ്റായിട്ട് തന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളം, അതായത് നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോകുന്നത്. അരി നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കത് സ്റ്റോക്ക് ഉണ്ടാക്കാനാണ്, ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കാവണം. ചിക്കൻ നല്ലോണം കുക്കായ ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ കുക്കാവാണ്ട് എടുക്കരുത്. നല്ലോണം അവിടെ കിടന്നിട്ട് കുക്കാവട്ടെ. പിന്നെ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം ഈ ഒരു വെള്ളത്തിലോട്ട്. ആ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉപ്പുള്ള രീതിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോ ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടല അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ നമ്മൾ കടല ചേർക്കാണ്ടിരിക്കരുത് കേട്ടോ. കടല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ഈ ഒരു മസാലയുടെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് മാത്രം മതി, പക്ഷേ ചേർക്കാണ്ടിരിക്കരുത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലെയിമിലോട്ട് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മണ്ണിൻ്റെ ചട്ടിയിലാണ് ഈ ഒരു കിദ്ര റൈസ് ഉണ്ടാക്കുക കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മണ്ണിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. പക്ഷേ മണ്ണിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്, കിദ്ര എന്നുള്ള പേര് വന്നത്. പിന്നെ 4 കപ്പ് അരിയിലോട്ട് നമുക്കൊരു 5 സവോള വേണം. വലിയ സവോള എടുക്കുകയാണെങ്കിൽ നല്ലത്. ഞാനൊരു മീഡിയം സൈസ് സവോള എടുത്തത്. നമുക്കിതിൽ മസാല കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സവോള നിർബന്ധമായിട്ട് ഒരു 5-6 സവോള എടുത്തോളൂ. അപ്പോൾ ഒരു 6 സവോള എടുത്തോളൂ 4 കപ്പ് അരിയിലോട്ട് കേട്ടോ. ഞാൻ 5 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ വേണമെന്ന് തോന്നി എനിക്ക്.
അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്ക് നല്ലോണം തിളയ്ക്കുന്നുണ്ട്, വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നല്ലോണം തിളയ്ക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ. ചിക്കൻ നല്ലോണം വെന്തിട്ട് വേണം മാറ്റി എടുക്കാൻ. ചിക്കൻ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കാവണം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനാണ് നിങ്ങൾ കൊണ്ടുവന്ന് തന്നെ ഇത് മെയിനായിട്ട്. അപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നെയ്യോ ബട്ടറിലോ ഉണ്ടാക്കുന്ന ഒരു റൈസാണ്. ഇനി ആദ്യം ഞാനതിലോട്ട് വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതക്കൊന്നും വേണ്ട, നേരാണ്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സവോള ചേർത്ത് കൊടുക്കുക. സവോള ഇതുപോലെ ഇങ്ങനെ ക്യൂബായിട്ടാണ് അരിയേണ്ടത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവോളയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം കുക്കാവണം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട്. അത് മസ്റ്റാട്ടോ. അതിന് ശേഷം മാത്രമേ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. ഇപ്പം ഈ ഒരു സെയിം റൈസ് റെസിപ്പി നിങ്ങൾ മട്ടൻ വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ പ്രഷർ കുക്കർ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം ഒരു 2-3 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മട്ടനും ബീഫോ അല്ലെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് കുക്കാക്കുന്ന വരെ, നല്ലോണം വേവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട്. നല്ലോണം കുക്കായിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കായ ശേഷം മാത്രം ഇട്ട് എടുക്കാവൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ ഫ്ലേവറും അതുപോലെ നല്ല ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അരി ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു അരി ഇടുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല. അരി നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. പക്ഷേ ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും അത്യാവശ്യം വെള്ളം വേണേനു കേട്ടോ. എന്നാലും ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സവോളയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കിദ്ര സ്പൈസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഓൾ സ്പൈസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ 7 തരം സ്പൈസസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈസ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടാത്തവരുണ്ടാവില്ലേ, അവർക്ക് ചേർക്കേണ്ടത് കബ്സ മസാലയോ അല്ലെങ്കിൽ മന്തി മസാലയോ മജ്ബൂസ് മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും ഈ ഒരു ഓൾ സ്പൈസ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പൈസ് പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഓൾ സ്പൈസ് പൗഡർ നമ്മൾ ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചേർക്കണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എരിവിനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു 1 ടീസ്പൂണോ അല്ലെങ്കിൽ ആവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ 5 സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് കുറവ് പോലെ തോന്നി. നിങ്ങൾ ഒരു 6 സവോളൊക്കെ എടുത്തോളൂ. അത്യാവശ്യം മസാലയ്ക്ക് വേണം ഇതിലോട്ട്. പിന്നെ നമ്മളിതിലോട്ട് ചിക്കനും കടലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കടലയും അതുപോലെ ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ചിക്കനും കടലൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇത് നമ്മൾ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ, ഇത് മയക്കെടുത്ത ചട്ടിയാട്ടോ, മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊന്നും നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകുമല്ലോ ചട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. മണ്ണിൻ്റെ ചട്ടിയിലാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വിട്ടു പോകണ്ട. ഞാനത് ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കാരണം പറഞ്ഞുതരാം. ഞാൻ ദമ്മിടുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അരി വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ അരിത ഏകദേശം വെന്ത് തുടങ്ങുന്നുണ്ട്. നമ്മൾ കഴിച്ച് നോക്കാം കേട്ടോ. അരി അത്യാവശ്യം വെന്തിട്ട് വേണം നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ. അതൊന്നും ശ്രദ്ധിക്കുക. നമ്മൾ ദമ്മിട്ട ശേഷം പിന്നെ വീണ്ടും കുക്കാക്കുന്നില്ല കേട്ടോ ഒരുപാടൊന്നും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം അരി കുക്കായ ശേഷമാണ് നമ്മൾ ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ അരിയിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ.
അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ വല്ലാണ്ട് വെന്തുടഞ്ഞ് അങ്ങനെ ആവും ചെയ്യരുത് കേട്ടോ. പാകത്തിന് ബിരിയാണിക്കൊക്കെ ഉള്ള പാകത്തിന് കുക്കായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ അരിയൊന്നും ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റാൻ കാരണം നമ്മൾ ഇത് വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫൈനൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ എടുത്ത് മാറ്റുന്നത്. ആ ചിക്കൻ നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെന്തുടയരുതെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ഈ മസാലയുടെ കൂടെ ചിക്കനും കിടന്ന് നമ്മൾ ദമ്മിടുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ അരി വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചതിന് താഴെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ കലമായതുകൊണ്ട് നമ്മൾ ദമ്മിടുന്ന സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കനും ചേർത്തിട്ട് വേണം നമ്മൾ ദമ്മിടാൻ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതാ അരി ഇട്ട് കൊടുത്ത്, ഇതിലിപ്പോൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ തക്കാളി ചേർക്കാത്തതുകൊണ്ട് പുളിയുടെ കുറവോ അല്ലെങ്കിൽ ടേസ്റ്റ് കുറവോ ഒന്നുമില്ല കേട്ടോ. ഇത്രയും സ്പൈസസ് തന്നെ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചോറിട്ട് കൊടുത്തിട്ടുണ്ട്, വേവിച്ചിട്ടുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലൊരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്. ശരിക്കും മിൽമ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു മിൽമ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ അതിൻ്റെ മുകളിൽ ലെയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മെൽട്ടാക്കിയിട്ടുള്ള നെയ്യാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ദമ്മിട്ട് കൊടുക്കാം. നല്ലോണം അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്, 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെക്കുക കേട്ടോ. കാരണം ഇത് ഓൾറെഡി കുക്കായതല്ലേ, ഒരുപാട് കുക്ക് ചെയ്യാനില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി കിടന്നിട്ട് ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ 15-20 മിനിറ്റ് വെക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കുവാണ്. കക്കരി ഒരു 2-3 കക്കരി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് സവോള അരിഞ്ഞതും, പിന്നെ ഉപ്പ്, പിന്നെ ഇത് തൈരാട്ടോ. തൈര് ഞാനിത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്, ലോ ഫാറ്റ് പാൽ വെച്ചിട്ടുണ്ടാക്കിയ തൈരാട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ലോ ഫാറ്റ് തൈര് കിട്ടും, നമ്മൾ ലോ ഫാറ്റ് പാൽ വെച്ചിട്ട് നമ്മൾ കെട്ട് തൈര് നാട്ടിൽ നിന്ന് കൊണ്ടിരില്ല, അത് വെച്ചിട്ടുണ്ടാക്കിയ തൈരാട്ടോ. അപ്പോൾ തൈര് എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ കിദ്ര എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നല്ല മണം കേട്ടോ അത്. നമ്മൾ കാണുമ്പം റൈസൊക്കെ തന്നെ വൈറ്റ് കളറിലേക്കും കിടക്കുന്നത്, പക്ഷെ ഭയങ്കര പ്രത്യേക ഒരു മണമാണിത് റെഡിയായി വരുമ്പോൾ. അപ്പോൾ അതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതിന്ന് ആ കടല കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചിക്കനും നമ്മൾ താഴെ കിടന്ന് ദമ്മിൽ കിടന്നിട്ട് വേവണമെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതുപോലെ ചിക്കൻ കുറച്ചുകൂടെ ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. നാട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ നാട്ടിൽ നിന്ന് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നാട്ടിലെ ചിക്കൻ നമ്മൾ വലിയ ചിക്കനൊക്കെ കിട്ടൂലേ, അത് വെച്ചിട്ടൊന്നും ഉണ്ടാക്കരുത്. എപ്പോഴും ചെറിയ ചിക്കൻ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ വലിയ ചിക്കൻ ആണെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ, എന്നാലും നന്നായിട്ട് അകത്തൊക്കെ മസാല പിടിക്കുള്ളൂ കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നവർ, നമ്മൾ 1900-ൻ്റെ ഒക്കെ എന്താണ് ചിക്കനൊക്കെ കിട്ടുന്നത്, ഒരു വലിയ ചിക്കനൊക്കെ. അപ്പോൾ അത് ഭയങ്കര മൂപ്പ് വരെ ചിക്കനായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ കിദ്ര ഇതാ സെർവ് ചെയ്യുവാണ്. ഞാൻ ഇനിയിപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടോയെന്നോ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ചട്ടിയുടെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചോറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലോണം മസാലയൊക്കെ ഓരോ റൈസിലും പിടിച്ച പോലെ ഇല്ലേ, കാണാൻ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കുറച്ചുകൂടെ സവോള വേണമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 6-7 സവോള എടുത്തോളൂ. ഞാൻ 5 സവോള എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരിയിലോട്ട് 5 സവോള എടുത്തുള്ളത്. നിങ്ങളൊരു 6-7 മീഡിയം സൈസ് സവോള എടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് പാകമായിരിക്കും. അതിൻ്റെ ഒരു കുറവ് തോന്നി ഈ ഒരു റൈസിൽ, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ സൈഡ് ഡിഷും ഈ ഒരു റൈസും ഭയങ്കര കോമ്പിനേഷനാണ്. ഈ തൈരിൻ്റെ ഈ ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ഇതിലോട്ട് നല്ല കോമ്പിനേഷൻ. കാരണം നമ്മൾ റൈസിൽ തൈരോ അല്ലെങ്കിൽ പുളിക്കായിട്ട് തക്കാളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തൈരിൻ്റെ കോമ്പിനേഷനും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ചിക്കൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ആ ഒരു മസാല കോട്ടഡൊക്കെ ആയിട്ടും നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇതാ നമ്മളെ കിദ്ര റൈസ്, പലസ്തീനിയൻ റൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. മട്ടൻ വെച്ചിട്ട് ഇഷ്ടമുള്ളവർക്ക് മട്ടൻ വെച്ചിട്ട് ചെയ്യാം, ബീഫ് വെച്ചിട്ട് ചെയ്യാം, ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.